ലഹരി മരുന്ന് കിട്ടാത്തതുകൊണ്ട് കുത്തിവെച്ച് 3 പേരെ കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയുണ്ടായി. മെഡിക്കൽ ഷോപ്പുകളുടെ ഇത്തരം മരുന്നുകൾ ദുരുപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിക്കേണ്ടത് നിയമപരമായിട്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഫാർമസിസ്റ്റ് ഇല്ല മെഡിക്കൽ ഷോപ്പിൽ. ആ സമയം നോക്കി ക്യാൻസറിന്റെ മരുന്ന് ചെല്ലുന്നവർക്ക് എഴുതി കൊടുക്കുന്നവർ സൂക്ഷിക്കണം. അതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല. ഓപ്പറേഷൻ തുഫാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചേക്കണം. അതുപോലെയാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓട്ടോറിക്ഷയിൽ ചില ആളുകൾ, എന്തിനേറെ നമ്മുടെ ആംബുലൻസിൽ ചില രോഗി പോലുമില്ല, ആരുമില്ല, ഹോണടിച്ച് ലൈറ്റിട്ട് മയക്കുമരുന്ന് കൊണ്ടുപോകുന്ന 4 സ്ഥലങ്ങളിലാണ് പിടിച്ചത്. അപ്പോൾ കേരള പോലീസിന്റെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ഇത് കണ്ണ് വെട്ടിച്ച് ചെറുപ്പക്കാരികളെയും വിദ്യാർത്ഥികളെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും ഞങ്ങൾ പോലീസ് വെറുതെ വിടില്ല, ശക്തമായി തന്നെ നേരിടും. ഓപ്പറേഷൻ തുഫാൻ എന്ന ഈ മഹാദൗത്യത്തിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്ന കാരിത്താസിനോടും ഇവിടുത്തെ ജീവനക്കാരോടും മാനേജ്മെന്റിനോടും ജ്ഞാനായ സഭയോടും കേരള ഗവൺമെന്റിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്.